പിന്നീട് പ്രധാനമന്ത്രിയുടെ ക്യാമ്പയിൻ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ചൂണ്ടിക്കാണിക്കാത്ത രീതിയിൽ വർഗീയ ധ്രുവീകരണത്തിൻ്റെ പ്രശ്നങ്ങളാണ് പിന്നെ ഉന്നയിച്ചത്. മാത്രമല്ല, അദ്ദേഹം പച്ചയായ രീതിയിൽ മുസ്ലിം വിരുദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു വാർത്താ സമ്മേളനവും നടത്താൻ കൂട്ടാക്കാതിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞ സംഭവവികാസങ്ങൾക്ക് ശേഷം ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരായി ശക്തിയായ വിശദീകരണം നൽകിക്കൊണ്ടുള്ള 70ഓളം അഭിമുഖങ്ങളാണ് നൽകിയിട്ടുള്ളത് എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കാനാവുന്നത്. 70 അഭിമുഖങ്ങൾ ഇതിനിടയിൽ നൽകുകയുണ്ടായി. പിന്നീട് ഞാൻ ജനിച്ചത് സാധാരണ രീതിയിലല്ലെന്ന് പ്രധാനമന്ത്രി വ്യാഖ്യാനിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ നേരവകാശിയാണ് താനെന്ന പ്രഖ്യാപനവും നടത്തി. എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെട്ട പ്രധാനമന്ത്രി ഗാന്ധിജി അറിയപ്പെട്ടത് ഗാന്ധി സിനിമയിലൂടെയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന നിലവരെ ഉണ്ടായി. ഇതിനപ്പുറം ഒരു അപവാദം ഗാന്ധിജിക്ക് നേരെ വരാനില്ല. ഗാന്ധി വധത്തേക്കാൾ വലിയ വധമാണ് യഥാർത്ഥത്തിൽ ഈ നരേന്ദ്രമോദിയുടെ ഈ പ്രസ്താവനയിലൂടെ വന്നത്. ലോകം അറിയുന്ന രാഷ്ട്രീയ നേതാക്കൾ ഐൻസ്റ്റീനും ലെനിനും ഹോച്ചിമിനും നെൽസൺ മണ്ടേലയും ഉൾപ്പെടെയുള്ള നിരവധിയായ നേതാക്കൾ, മാർട്ടിൻ ലൂതർ ഉൾപ്പെടെ, യഥാർത്ഥത്തിൽ ഗാന്ധിജിയെപ്പറ്റി പറഞ്ഞ കാര്യം ലോകം അറിയുന്നതാണ്. ഗാന്ധിയെ അപമാനിക്കാൻ, അതാണ് ഞാൻ പറഞ്ഞത്, അവമാനിക്കുക എന്നുള്ള പദമല്ല നല്ലത്, വധിക്കാൻ ഗോഡ്സെ ചെയ്തതിനേക്കാളും വലിയ വധം ഇപ്പോഴും നരേന്ദ്രമോദി ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അവസാനം ഇപ്പോഴും ഞാനിവിടെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വിവേകാനന്ദ പാറയിലാണ് ഉള്ളത്. ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് നമുക്കറിയാലോ ബുദ്ധൻ എങ്ങനെയാണ് ഈ പറയുന്ന പുതിയ ബുദ്ധ സന്യാസിയായിട്ട് മാറിയത് എന്ന്. അദ്ദേഹത്തിന് ആ സന്യാസത്തിലൂടെ, അല്ലെങ്കിൽ ആ ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിലുള്ള തപസ്സോടെ പുതിയ ഒരു തരത്തിൽ